എനിക്ക് എന്റെ വീട്ടിലെ 3 താറാവുണ്ട്, 2 തത്തയുണ്ട്, 3 മുയലുണ്ട്. എന്റെ ചേട്ടൻ ഇവിടെ എന്തൊക്കെയുണ്ട്? എനിക്ക് 2 മുനക്കരണ്ടിയുണ്ട്, ഒരു മുഴക്കോലുണ്ട്, ഒരു തൂക്കോട്ടയുണ്ട്, 2 തേപ്പോലയുണ്ട്. വളർത്താൻ എന്തെങ്കിലും ഉണ്ടോന്നല്ലേ ചോദിച്ചത്? നിന്നെ അങ്ങോട്ട് വളർത്താൻ ഇനി ഇതൊക്കെ തന്നെ വേണോന്നായി പറഞ്ഞത്. ചേട്ടാ എന്തുവാ ഒരു കാര്യം നീ മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെ ആദ്യരാത്രിയാന്നു. ആദ്യം നിന്റെ കൈ ഇരിക്കുന്ന പട്ടി ഞാൻ താത്തു വെക്കാം. എന്നിട്ട് നമ്മുടെ ഭാവിയിലുള്ള കുട്ടിയെ കുറിച്ചൊന്ന് ചിന്തിച്ചാലോ? ചേട്ടാ, രാമചന്ദ്രൻ അങ്ങനെ മാറ്റി വെക്കാനൊന്നും പറ്റത്തില്ല. ഇവനെ ഞാൻ ഉണ്ടെങ്കിലേ ഉറങ്ങത്തുള്ളൂ, ഞാൻ ഉണ്ടെങ്കിലേ ഉണത്തുള്ളൂ. അങ്ങനെയുള്ളവനെ ഞാൻ എങ്ങനെ മാറ്റി നിർത്താനാ? എന്റെ പൊന്നു കൊച്ചെ, ആദ്യം ഒരു കാര്യം ചെയ്യ്. ആ രാമേന്ദ്രനെ ഒരു 10 മിനിറ്റത്തേക്ക് ആ വെളിയിലോട്ടൊന്ന് കൊണ്ട് കെട്ടാവോ? അയ്യോ, അത് പറ്റത്തില്ല. ഇന്നലെ എന്റെ അനിയത്തി വീട്ടിൽ വന്നപ്പോ ഞാൻ ഇവനെ വീടിന്റെ പുറത്ത് ഒന്ന് മാറ്റി കിടത്തിയതാ. അന്ന് രാത്രി 12 മണിയായപ്പോ ഇവൻ അങ്ങ് ഓരിയിടും. ചിലപ്പോ ഒരു ആശ്വാസത്തിന് വേണ്ടി ഊരിയിട്ടായിരിക്കും. അത് കുഴപ്പമില്ല, നേരം വെളുത്തിട്ട് നമ്മളെ അത് കയറ്റിയിട്ടാ മതി. അയ്യോ, ഈ ചേട്ടൻ ഇത് എന്താ പറയുന്നേ? നീ പറഞ്ഞ അതുകൊണ്ട് ഊരിയിടാൻ പറഞ്ഞു. ഊരിയിടുന്ന കാര്യമല്ല പറഞ്ഞത്, ഓരിയിടുന്ന കാര്യമാ പറഞ്ഞത്. എന്തായാലും ഇതൊക്കെ വളർത്തുമ്പോഴല്ലേ ഈ കട്ടിലേത് കിടക്കുവാണെങ്കിലേ ആരെങ്കിലും കണ്ട അതെനിക്ക് നാണം കേടാന്ന്. എന്തിന്? ആരെങ്കിലും പറയത്തില്ലേ അവനോനെ ഇരിക്കുന്നിടത്ത് അവനോനെ ഇരുന്നില്ല, ഈ പട്ടി കയറി ഇരിക്കുമെന്ന്. ഇവനെ അങ്ങനെ ഇങ്ങനെയൊന്നും വിളിക്കരുത്. ഇത് നമ്മുടെ രാമചന്ദ്രൻ ബോൾ കാട്ടി. രാമചന്ദ്രൻ ബോൾ കാട്ടുവോ ബാറ്റ് അടിക്കുവോ എനിക്കൊന്നും അറിയാൻ വയ്യ. ഇത് നമ്മുടെ ആദ്യ രാത്രി ഇല്ലയോ? ചേട്ടാ, ചേട്ടൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. ഉണ്ടല്ലോ. പക്ഷേ ഇനി ഇതിനെ പട്ടി 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 എന്നൊന്നും വിളിക്കരുത്. ഒന്നില് രാമചന്ദ്രൻ അല്ലെങ്കിൽ ബോൾ കാട്ടി, ഇതില് രണ്ടുങ്ങളൊന്ന് വിളിച്ചേ പറ്റൂ. ഓക്കെ, ഫിക്സ്. രാമചന്ദ്രൻ. ഞാൻ രാമചന്ദ്രനെ വിളിക്കുന്നു. രാമേന്ദ്രോ, ചേട്ടോ, ചേട്ടൻ ഇവിടെ എന്തെങ്കിലും വിഷമമുണ്ടോ? എനിക്ക് വിഷമോ? ആ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിനക്ക് മനസ്സിലാകുന്നുണ്ട് നിനക്ക്. പക്ഷെ ചേട്ടൻ എന്നോടൊന്ന് സഹകരിക്കണം. ഓഫ് കോഴ്സ്, തീർച്ചയായും. അയ്യോ, അതല്ല പറഞ്ഞത്. പിന്നെ നമ്മുടെ ഈ രാമചന്ദ്രനെ നമ്മുടെ 2 പേരുടെ നടുക്ക് കിടത്തി ഉറക്കണം. എന്നിട്ട് ഇവ ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം പതുക്കനെ എടുത്ത് മാറ്റി കിടത്താം. ഇല്ലെങ്കിൽ ഇവന് ഭയങ്കര വിഷമാവും ചേട്ടാ. ഓ ശരി, വാ ഉറക്കാം. എന്തോ ചെയ്യാനെന്ന് പറ, ഒരു ഗതികേട്. ഇത് കിടന്ന് ഉറങ്ങും എന്നാനും. അയ്യോ ചേട്ടാ, ഒരു കാര്യമുണ്ട്. ഇവൻ ഉറങ്ങണമെങ്കിലേ ഇവന് പാട്ട് നിർബന്ധ. ചേട്ടാ, ഒരു പാട്ട് പാടോ? എനിക്ക് പാട്ട് പാടാനൊന്നും അറിയത്തില്ല. രാമേന്ദ്രൻ ഉറങ്ങണോ? എന്തോ ഉറങ്ങണം. എന്നാ പാട്. എന്തോ ഗതികേടാന്ന് ആലോചിക്കണം. പാട്ടു പാടി ഉറക്കാഞ്ഞ. ചേട്ടാ, ഉറക്കാന്നല്ലോ, ഉറക്കാന്നല്ലേ? നീ അക്ഷരത്തെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി വന്നാന്നോ? പാട്ടുപാടി ഉറക്കാഞ്ഞാൻ താമരപ്പൂം പൈതലേ, കേട്ടു കേട്ട് നീ ഉറങ്ങൻ കരളിന്റെ കാതലേ, കരളിന്റെ കാതലേ. ആ പട്ടി എങ്ങനെയും ഉറങ്ങി വന്നതാ. എന്തോ ചെയ്യാനെന്ന് പറ. ഹലോ ഹലോ ഹലോ. അളിയാ, എന്നെ മനസ്സിലായോ? ആരാ? അളിയാ, ഞാൻ നിന്റെ കൂടെ പഠിച്ചതാ. എന്റെ കൂടെ പഠിച്ചു? ആ അളിയാ, ഞാൻ വാട്സപ്പില് ഇതിന്റെ സ്റ്റാറ്റസ് കണ്ട് കല്യാണം വരുന്നേ. അപ്പൊ ഞാൻ കല്യാണത്തിന് വരാൻ നിന്നപ്പോഴേ ഒരുപാട് താമസിച്ചു. ഇപ്പൊ നീ ആദ്യ രാത്രിയല്ലേ? അതെ. അപ്പൊ ഈ സമയത്ത് വന്ന് ശല്യപ്പെടുത്തണ്ട. നീ എന്തായാലും മണിയറയിൽ കയറി കാണുമല്ലോ അല്ലേ? ഞാൻ മണിയറ ഇട്ടു, ഞാൻ മണിയറ കുട്ടി ഇട്ടു. ഞാനും അവളും രാമചന്ദ്രനോട് ഇവിടെ കിടക്കുവാ. എങ്ങനെ? ഞാനേ മണിയറ കുട്ടിയിട്ടു, ഞാനും അവളും രാമചന്ദ്രനും കൂടി ഇവിടെ കിടക്കുവാ. എന്റെ ദൈവമേ, ഈ നാടിന്റെ പോക്ക് എങ്ങോട്ടാണോ? ഇതെന്തോടെ ഈ പറയുന്നത്? എടാ, നീ കാണിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ പറയുന്നതിനകത്തോടാ നിനക്ക് കുഴപ്പം. എടാ നിനക്കല്ലടാ. നിനക്കെന്താടാ? നീ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത്? എടാ നീ കാര്യം പറയടാ. നീ എന്ത് വന്ന്? എടാ നീ എന്താ ഈ പറഞ്ഞത്? നീയും ഞാനും അവളും രാമചന്ദ്രൻ, അതായത് അവളുടെ പെറ്റ് രാമചന്ദ്രൻ പട്ടി. പാട്ടിയായിരുന്നോ? പിന്നെ പെറ്റ്സായിരുന്നോ? അത് ക്ലിയർ ആയിട്ട് പറയണ്ടോ ഇന്നത്തെ ദിവസമായിട്ട്. അല്ലെ എന്തായാലും ഞാൻ രാവിലെ വരാൻ കേട്ടോ. ഇന്നിപ്പോ രാത്രി നിന്നെ ശല്യപ്പെടുത്തുന്നില്ല. ശല്യപ്പെടുത്തിയത് മതി. ചേട്ടാ, രാമചന്ദ്രൻ ഉറങ്ങി. ഉറങ്ങിയോ? നമുക്ക് ഇവനെ മാറ്റി കിടത്തിയാലോ? അനക്കല്ലേ, പതുക്കെ കട്ടിലടിയാണ് കൊണ്ടിങ്ങോട്ട്.